ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മീൻ കറിയാണ്. അപ്പോൾ ഞങ്ങൾക്കിന്നിപ്പോൾ കിട്ടിയിട്ടുള്ളത് കൊഴുവ മീനാണ് കേട്ടോ. ഇതിനെ ചൂടാന്നും പറയും. അപ്പോൾ ആദ്യം ഈ മീൻ നന്നാക്കിയിട്ട് എടുക്കണം. അപ്പോൾ നന്നാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഒന്ന് മീൻ വാങ്ങിക്കാൻ പോയപ്പോൾ കിട്ടിയത് ഈ കൊഴുവയാണ്. ഇന്നിപ്പോൾ ഞാനും ഫ്രീ ആണ്. അപ്പോൾ ചേട്ടൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് വീഡിയോ പിടിക്കുകയാണെങ്കിൽ എനിക്ക് കൂടി മീൻ നന്നാക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഫ്രീ ആണ്, ഞാൻ അമ്മയും കൂടിയിട്ടാണ് മീൻ നന്നാക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ചെറിയ സൈസ് മീനാകുമ്പോൾ അറിയാമല്ലോ, രണ്ടുപേരും നല്ല കഴിയുള്ളൂ. അപ്പോൾ ഇത് നന്നാക്കി വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ മീൻ നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 1/2 കിലോ മീനാണ് ഞാൻ മീൻകറി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. പിന്നെ ഈ മീൻകറിയിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉണക്കിയിട്ടുള്ള ഇരുമ്പാമ്പുളിയാണ്. ഇത് ഇരുമ്പാമ്പുളി, നമ്മുടെ സാധാ ഇരുമ്പാമ്പുളി ഉണക്കിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് കുറച്ച് ഇരുമ്പാമ്പുളി ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ മീൻകറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പുളിക്ക് വേണ്ടിയിട്ട്. ഇത് നമുക്ക് മീൻകറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്, 4 ചുവന്നുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ 8 പച്ചമുളക് ചതച്ച് വെച്ചിട്ടുണ്ട്. ചൂനിമുളകാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത് ഉണക്കി വെച്ചിട്ടുള്ള ഇരുമ്പാമ്പുളിയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാനിത് ഈ ഒരു കഷ്ണം കോൽപ്പുളിയും ഇളംചൂട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു മുറി നാളികേരം ചെരുകി വെച്ചിട്ടുള്ള എൻ്റെ പാലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ മീൻകറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ മീൻ ചട്ടിയിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഉണക്കി വെച്ചിട്ടുള്ള ഇരുമ്പാമ്പുളി, ഇനി കുറച്ച് കറിവേപ്പില, പിന്നെ എടുത്ത് വെച്ചിട്ടുള്ള ആ കോൽപ്പുളിയില്ലേ, അത് ഞാൻ നല്ല പോലെ പിഴിഞ്ഞിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കോൽപ്പുളി പിഴിഞ്ഞ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാലപ്പൊടികളും മീനൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തിരുമ്മിയെടുക്കുമ്പോൾ പെട്ടെന്ന് യോജിച്ച് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നാളികേരപ്പാൽ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ 1 മുറി നാളികേരത്തിൻ്റെ പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അത് 1/4 പാല് 2/4 പാല് നിന്നില്ല, എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള പാലാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെക്കാം കേട്ടോ. അപ്പോൾ മീൻ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത് ഹൈ ഫ്ലെയിമിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മീൻകറി തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പം മീൻകറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇത് ഇനി കുറച്ച് വറ്റി വരണം കേട്ടോ. അപ്പം അത് വരെ ഇത് കിടന്നിട്ട് തിളച്ചോട്ടെ. അപ്പോൾ മീൻകറി വറ്റി വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ മീൻകറി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഉപ്പും പുളിയും എല്ലാം പാകത്തിനാണ്. അപ്പം ഞാൻ മീൻകറിയുടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ മീൻകറിയിലേക്ക് നമുക്ക് ഇനി ഉള്ളി താളിച്ച് വയ്ക്കാം. ഉള്ളി താളിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീൻചട്ടി ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചീൻചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്.
ഈ വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറുള്ളിയും വേപ്പിലയും ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഉള്ളിയും വേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് ഇത് മീൻകറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഉള്ളി മീൻകറിയിലേക്ക് ഒഴിക്കുമ്പോഴേ ഭയങ്കര സ്മെല്ലാണ്. അപ്പം മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൊഴുവേലിക്ക് ഇരുമ്പാമ്പുളി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അതിപ്പോൾ ഞങ്ങളിപ്പോൾ മുന്നേ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പച്ച കിട്ടിയില്ല. അതുകൊണ്ടാണ് ഈ ഉണക്കി വെച്ചിട്ടുള്ള ഇരുമ്പാമ്പുളി ഇട്ടിട്ട് കറി വെച്ചത്. ഇപ്പോൾ ഉണക്കി വെച്ചിട്ടുള്ള ഇരുമ്പാമ്പുളി ആണെങ്കിലും പച്ചയ്ക്കുള്ള ഇരുമ്പാമ്പുളി ആണെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കോൽപ്പുള്ളി പിഴിഞ്ഞ വെള്ളം കൂടിയും ഒഴിച്ച് വെച്ച് കറി വെച്ചാൽ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.